ഞാൻ നോക്കും നോൺ ആക്റ്റീവ് ആണ് 15 Pro ആണ് സാധനം. ഇല്ല ഇരിക്കണോ തൊട്ടിട്ടില്ല കേട്ടാ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും നോക്കി ഞങ്ങൾ 13 Pro 256 Pro. അപ്പൊ അതിലൊക്കെ വ്യത്യാസമുള്ള സാധനങ്ങളാ. ഇതിൽ 14 Pro Max 512 GB. ഇത് 12 Pro ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കട്ടെ. സെറ്റ് ആക്കി ടാബി തമാര കിമാര ഒക്കെ ആയിട്ട് നമ്മൾ ആളെ ഫോൺ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഫുൾ EMI കൊടുക്കും. ഫുൾ EMI കൊടുക്കും. ഇത് മറച്ചോ വേണ്ട രണ്ടും കാണിക്കേ ഇവിടെ മറച്ചിടിക്കുന്നു. നത്തിരിക്കേ. ഹായ്, വെൽക്കം ടു BBA. അതെ, നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫോൺ ഗാരേജിലാട്ടോ. അതാ കിഡിലെ ഓഫറാന്ന് പറഞ്ഞല്ലേ, പൊളിച്ച ഓഫർ. കിഡിലും പ്രൈസ് ലിസ്റ്റിംഗ് വേണ്ടിട്ടാ ഇന്ന് വേറെ ലെവൽ ഓഫർ. ഏകദേശം 150 ഫോണുകളാണ് നമ്മുടെ പുറകിലുള്ളത് കിഡിലെ ഓഫറിൽ. 150 അവിടെ റാക്കില് 150. ഞാൻ ഒരെണ്ണത്തിൽ 15 വെച്ചിട്ടുണ്ട്. കളിക്കില്ലേട്ടോ നിങ്ങള്? ഇല്ലേ ഉറപ്പല്ലേ പൊളിക്കില്ലേ? പൊളിക്കും. ഇവരൊക്കെ പരിചയപ്പെടാം. എന്താ പേര്? ഷിഹാബ് ബ്രോ ഉണ്ട്. അവിടെ എല്ലാ പരിപാടിയും നോക്കണത്. ടെക്നിക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫോണുകൾ വെക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബ്രെയിനാണ് മൂപ്പരട്ട. അപ്പോൾ സുഖല്ലേ? പിന്നെ നമ്മുടെ ജിംബ്രോനെ അറിയില്ലേ? ജിംബ്രോ വേറെ ലെവല്. മൈക്ക് നടക്കേ ജിംബ്രോ, എന്താ വിശേഷം? ഓഫറല്ലേ? അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഏകദേശം ഇപ്പോൾ സമയത്തിന് ഏകദേശം 1:30 മണിയായി ഇപ്പോൾ സമയം. ഇത് കാര്യം എന്താ വെച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം. എന്താ വിശേഷം സെയ്ദ് ബ്രോ? സുഖല്ലേ? സുഖം തന്നെ. അടിപൊളി. വാച്ച് നല്ല സൂപ്പറാണല്ലോ. പരത്തിങ്ങള് പ്രകാശം പരത്തിങ്ങള് ഗിഫ്റ്റ് കിട്ടിയതാ? അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇത്തിരി കൂടുതലിട്ടാ. എന്താ വിഷയം? സുഖല്ലേ? പൊളിച്ചടക്കി. അടിപൊളി. ഓക്കെ, ഓഫർ എടുക്കണ്ടേ? സുഖം. ഓഫർ തകർക്കാം. ഓക്കെ, സെയ്ദ് ബ്രോ പറ ഏതൊക്കെ ഓഫർ തുടങ്ങാം നമുക്ക്. അപ്പൊ അടിച്ചു പൊളിക്കാൻ പോട്ടെ. നമ്മളിന്ന് കിഡിലെ ഓഫർ എന്ന് പറഞ്ഞാൽ കിഡിലെ ഓഫർ. അപ്പോ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. സെയ്ദ് ബ്രോ, നമ്മളിന്ന് ഓഫർ നമ്മൾ പറഞ്ഞത് 10 വരുമ്പോൾ ഫോൺ നമ്മുടെ പുറകിലുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓഫർ ചെയ്യും. ഈ ഫോണുകളെല്ലാം ഓക്കെ. അപ്പൊ 1 by 1 സ്റ്റാർട്ട് ആക്കാം. 1 by 1 കൊടുക്കുക. നിങ്ങള് എത്രാം തീയതി അറിയോ ഓഫർ? നമുക്ക് എത്രാം തീയതി? ഇന്ന് 27, 28 മുതൽ 2 തീയതി വരെ. ഭയങ്കര ഓഫർ. 2 തീയതി വരെ മാസാവസാന ഓഫറാ. മാസാവസാനം മാസം ഫസ്റ്റ് ഓഫർ. ഈ സാലറി കിട്ടി കഴിഞ്ഞാൽ ആൾക്കാർ നേരെ വരിക. ഇനി സാലറി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ടാബ് ഉണ്ട്, തമാരുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാൻ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. എന്തുണ്ട്? അടുത്ത മാസം ഉണ്ട്. അല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു ഇതിൽ ഇപ്പോൾ എനിക്കിപ്പോൾ തമാരയിൽ ഉണ്ട് ക്യാഷ്. ഇപ്പോൾ 2000 ഫോൺ എടുക്കണം വിചാരിക്കുക. അപ്പോൾ ടാബിൽ കുറച്ച് കണ്ടുന്നോ ഈ ഫോൺ കണ്ടോട്ടെ. അപ്പോൾ ടാബിൽ 1000 രൂപ ഉള്ളൂ എന്ന് വിചാരിക്കുക. ടാബിൽ 1000 രൂപ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ടാബിൽ 1000 രൂപ ഇല്ലെങ്കിൽ 1000 രൂപ തമാരിലെടുക്കും. അതും പറ്റും. രണ്ടും കൊടുക്കുക. അതോടെ സ്പെഷ്യൽ ഇട്ടാ. നിങ്ങൾ പറഞ്ഞു വിടില്ല. ഇവിടെ ഒരു ഫോണിന് വന്നു കഴിഞ്ഞാല് ടാബിലും തമ്മിലും രണ്ടിലും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റ് ആക്കി ടാബി തമാര കിമാര ഒക്കെ ആയിട്ട് നമ്മൾ ആളെ ഫോൺ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഫുൾ EMI കൊടുക്കും. ഫുൾ EMI കൊടുക്കും. സെയ്ദ് ബ്രോ, EMI നമ്മൾ ആർക്കും വേണ്ടി ഫോൺ എടുക്കും. ആർക്കും വേണമെന്നില്ല. എമിറേറ്റ്സ് ഐഡി വേണം, വാലിഡ് എമിറേറ്റ്സ് ഐഡി വേണം. പിന്നെ അതുപോലെ നമുക്ക് സീരിയസ് ആയിട്ട് നാട്ടിൽ പോയതിനു ശേഷം കുറച്ച് സീരിയസ് പ്രശ്നമാണല്ലേ? ഓക്കെ, ഇത്ര പ്രശ്നം വരുന്നിട്ടാ. അപ്പൊ കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? എമിറേറ്റ്സ് ഐഡി വേണം, പിന്നെ ബാങ്ക് അക്കൗണ്ട് വേണം. നല്ല എമിറേറ്റ്സ് ഐഡി ഇല്ലാത്ത കുറെ ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. അല്ല, വിസിറ്റിൽ വരുന്നവർക്ക് എമിറേറ്റ്സ് ഐഡി ചോദിക്കണ്ടാ? വാലിഡ് എമിറേറ്റ്സ് ഐഡി വേണം. അല്ലെങ്കിൽ വേറെ ഐഡി ഉണ്ട് കേട്ടോ. കൂട്ടുകാരുണ്ടല്ലോ, കൂട്ടുകാരൻ ചാമ്പിട്ട് മെല്ലെ പോകുന്നു സംഭവം കിട്ടും. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എമിറേറ്റ്സ് ഐഡി ആയിട്ട് വരിക. എമിറേറ്റ്സ് ഐഡി അവരെയും കൂട്ടി വരണം. അവരെ സ്കാനൊക്കെ ചെയ്യാനുണ്ട്. അവരെ സ്കാനല്ല, അവരെ ഫേസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് വാലിഡ് ബാങ്ക് അക്കൗണ്ടും വേണം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം. നമുക്ക് 12 Pro തുടങ്ങിയാലോ? 12 Pro തുടങ്ങിയോ? ഇപ്പൊ ഒരു 1500 രൂപ സാലറി എങ്കിൽ 12 Pro ഓടിക്കാൻ പറ്റുമോ? 1500 രൂപ ഉള്ള എന്റെ അല്ലെങ്കിൽ 1500 ദിർഹത്തിന് താഴെ എത്ര ഫോൺ ഉണ്ട്? ഞാൻ കാണിച്ചു തരാം. 12 Pro ഞാൻ 512 GB തരാം. 512 GB 1450 തരും. 1450 തരാം. 1450 തരും. 1450 12 Pro. 1500ന്റെ കീഴിലുള്ള എത്ര ഫോൺ ഉണ്ടെന്ന് ചോദിക്കാം നമുക്ക്. വേറെ ഫോൺ ഉണ്ട് പിന്നെ 11 ഉണ്ട് നോൺ ആക്റ്റീവ്. 1280. 1280. നമുക്ക് ഹിന്ദിയിൽ ചെയ്യണം. അൽഫോ ഓക്കെ, 1280 തരാം. ഐഫോൺ 11 1280 ദിർഹം. അതേതാ? നോൺ ആക്റ്റീവ്. ഏതായിരുന്നു? നോൺ ആക്റ്റീവ് ഫ്രഷ് 1 year വാറണ്ടി ഉള്ള സാധനം അല്ലേ?
നോൺ ആക്റ്റീവ് ആണ്, 1 year വാറന്റി ഉണ്ടാവില്ല. വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ചെയ്യാം. ഇൻഷുറൻസ് ചെയ്യാം, അതായത് ഷോപ്പിന് ഇൻഷുറൻസ് ചെയ്യാം. അപ്പോൾ അതുണ്ട് 1500 രൂപയുള്ള. രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞത് ഇതാ എന്ന് വെച്ചാൽ 12 Pro Max 1450. 12 Pro Max അല്ല മുത്ത 12 Pro. 12 Pro 1450 അല്ലേ? 1450 512 GB കേട്ടോ. 512 GB. അതിന്റെ ബാറ്ററി പെർസെന്റേജും കാര്യങ്ങളൊക്കെയോ? ബാറ്ററി ഉണ്ട്, ബാറ്ററി 83 മുതലാണ് മുകളിലോട്ടുണ്ട്. 83 മുതൽ മുകളിലുണ്ട്. സാധനം കാണിച്ചു നോക്കുമ്പോൾ തന്നെ കളിക്കല്ലേ. ഇതാ 12 Pro 83യുടെ മുകളിലേക്ക് ബാറ്ററി ഉള്ള സാധനം 1450 ദിർഹം മുതൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 1500 ദിർഹത്തിന് കീഴെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് 12 Pro. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്ക് 13 Proയിലോട്ട് പോകാം. എത്ര 2000 താഴെ കിട്ടോ? 13 Pro 2000 താഴെ 1880 റംസ്. അത് മതി. അടേ 12 Pro 256 GB. 1880. 1880 ദിർഹം മുതൽ 13 Pro 256 GB. കാണുക ഇതാ നല്ല നരി സാധനം. 13 Pro 256 GB, 87% 1880 ദിർഹത്തിന് നിങ്ങൾക്ക് ഫോൺ നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 13 Pro വെച്ചാൽ 13 Pro. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇവിടെ കാണിച്ചേ മുത്തേ, ഇതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും നോക്കി നിങ്ങൾ ഇതാ 13 Pro 256 GB 84% ഉള്ളത് നമ്മുടെ 1900 ദിർഹം വരുന്നുണ്ട്. അപ്പോൾ 13 Pro 256 GB 89 വരുന്നത് 1950 വരുന്നുണ്ട്. ക്ലീൻ അനുസരിച്ചിട്ടാണ് ചെറിയ പ്രൈസിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ 13 Pro 256 ആക്റ്റീവ്, ഇതെന്ത് ആക്റ്റീവ് 100 ബാറ്ററി ഉണ്ടാവും. 100 ബാറ്ററി ഉണ്ട്. 100 ബാറ്ററിയുള്ള സാധനം 1900 ഉണ്ട്. 13 Pro 256. ഓക്കെ, 1950. 1950. ഓക്കെ, 1950 പൂജ്യം അല്ലല്ലേ? അല്ല 5. കളിക്കുന്നിട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, 13 Pro 1 TB ഉണ്ടല്ലോ. അതൊക്കെ വരാം. 1 TB പ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. 87 2150. 2050 ഉണ്ട്. 2050 13 Pro. ഓക്കെ, അതുപോലെ ഇതൊക്കെ 256 ആണ്. 257 1900 ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇതാണ് പറഞ്ഞു കൊടുത്താൽ 13 Pro തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. 13 Pro 256 GB 83% ഉള്ളത് 1899 ഉണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. അതെ, 13 Pro 250 GB 91% ഉള്ളത് 2000 ദിർഹം വെച്ചാൽ 2000 ദിർഹം. അതുപോലെ തന്നെ 13 Pro 512 GB 2050. ഓക്കെ, ഇതിന് ഇതെന്താ അത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൽ നിന്ന് ജെന്യുവിൻ പാട്ട് മെസ്സേജ് വരുന്നതാ. ജെന്യുവിൻ പാട്ട് മെസ്സേജ് വരുന്നത്. അപ്പൊ അങ്ങനെ മേടിക്കാൻ പറ്റുമോ? അതിന്റെ എന്താ ഡീറ്റെയിൽസ് മേടിക്കാൻ പറ്റുന്ന സുഖമായിട്ട് മേടിക്കാൻ എന്താ പ്രശ്നമുള്ളത്? 2500 ദിർഹത്തിന് താഴെ കൊടുക്കും. 13 Pro Max 256 വേണോ? 2300 മുതൽ സ്റ്റോക്ക് ഉണ്ട്. 2300 വരും. അതെന്റെ ഓപ്ഷൻ ആണല്ലോ. 2300 13 Pro Max വരും. ഒന്ന് തരൂ. 13 Pro Max 1 TB 2300 കൊടുക്കോ? 1 TB 2300 തന്നെ ബാബു ഓടിപ്പിക്കും. അതെ, ഓക്കെ. 1 TB നല്ല പ്രൈസിന് തരാം. ഓക്കെ, അതിനും ഏതാ 256 GB 13 Pro Max നല്ല കിടിലം പ്രൈസിൽ 2500 ദിർഹം ആണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിന് താഴെ നല്ലൊരു കിടിലം പ്രൈസ്. എത്രയ്ക്കാ? അതാ പറഞ്ഞ 2300 2300 ദിർഹത്തിന് 13 Pro Max 256 GB നല്ല കിടിലം സാധനം കിട്ടും. ഓക്കെ, ഇത് 512 ആണെങ്കിൽ 2500 റേഞ്ചിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാ 512 കാണിച്ചു കൊടുത്താൽ ഇവിടെ സാധനങ്ങൾ ഒരുപാടുണ്ട്. 13 Pro Max 512 GB ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ വെച്ചാൽ നിങ്ങൾ നല്ല കിടിലം പ്രൈസിൽ 2500 മുടിയൊക്കെ ഇട്ടോ 2500 ദിർഹത്തിന് നിങ്ങൾക്ക് നല്ല കിഡിലും 13 Pro Max കിട്ടും. അതുപോലെ 1 TB ആണെങ്കിൽ 2550 കൊടുക്കാൻ പറ്റും. കൊടുക്കല്ലേ? 1 TB 2550. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് 86%. അതിന്റെ ബാറ്ററി ഒക്കെ എങ്ങനെയാ? 2500 മുതൽ കൊടുക്കാം. 1 TB 2500 മുതൽ കൊടുക്കും. 2500 ദിർഹം 1 TB കിട്ടും. അപ്പൊ അതിന്റെ ബാറ്ററി പെർസെന്റേജ് എങ്ങനെ വരിക? 1 TB നമുക്ക് ബാറ്ററി പെർസെന്റേജ് 83 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് മുകളിലോട്ട്. 83 മുതൽ. അപ്പൊ 90 അങ്ങനെ വരുമ്പോൾ അതിൽ കൂടും. ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോൺ മേടിക്കാം കേട്ടോ. അടുത്തേതാ? ഇനി ഇപ്പൊ 2500 ബഡ്ജറ്റ് കഴിഞ്ഞു. 3000 താണ്ട അല്ല ഇനിയുണ്ട്. 2000 ഇനിയുണ്ടോ? 13 കൊടുക്കാം നമുക്ക്. 13 സ്റ്റോക്ക് നല്ല അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 13 വേണ്ടവർക്ക് 13 എടുക്കാം. എല്ലാ കളറുണ്ട്. 13 iPhone 13 യൂസർ നോൺ ആക്റ്റീവ് ആക്റ്റീവ് യൂസർ iPhone 13 എത്രയ്ക്ക് കൊടുക്കാം? 13 പ്രൈസ് നമ്മളോട് വെച്ചിട്ടുണ്ട് 1399. 1500 താഴെ ഉള്ളൂ അല്ലേ? 1500 താഴെ ഒരു ഓഫർ കൊണ്ടുണ്ടോ? 1399 13 പറഞ്ഞോ. 13 ആവുമ്പോ എന്താ ഗുണം? സിനിമാറ്റിക് ഉണ്ട്. ഉണ്ടെങ്കിൽ എന്താ ഗുണം? സിനിമാറ്റിക്കിൽ വീഡിയോ എടുക്കാം, റീൽസ് എടുക്കാം. റീൽസ് എടുക്കാൻ പറ്റിയ നല്ല സാധനം. ഒരു രക്ഷയില്ല സാധനം. നിങ്ങൾ 13 റീൽസ് എടുക്കണേ? 13 കാര്യം ഞാൻ ഫുള്ള് 13 ഫുള്ള് സിനിമാറ്റിക് ആണല്ലോ. സിനിമാറ്റിക്. അതെ, ഓക്കെ. അപ്പൊ 13 നല്ല കിടിലൻ ഒരു ഫോണാണെന്നാണ് പറയുന്നത്. 1399. ഇൻസ്റ്റഗ്രാം ആൻഡ് ടിക്ടോക്ക് യൂസേഴ്സിന് പറ്റിയ ഫോണാണ് 13. നല്ല ക്യാമറ, 2 ക്യാമറ ഉള്ളൂ. പക്ഷേ അതും കൂടി പറഞ്ഞുതരാം. എന്താ പറയാ? 3 ക്യാമറയായിട്ട് എന്താ ഗുണമുള്ളൂ? ഇപ്പൊ 12 Proക്ക് 3 ക്യാമറ ഉണ്ട്. എന്താ ഈ ബിബി എല്ലാവരും മനസ്സിലുള്ളൊരു തെറ്റായൊരു ധാരണ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് 13. അതെ,
ഒരു 12 Pro കൊടുക്കുന്നു. 12 പ്രോയുടെ എടുത്തു പിടി. ഇത് 12 Pro. കാണിച്ചെടുക്കുമ്പോ ഇതിന് 3 ക്യാമറ ഉണ്ട്, 2 ക്യാമറ ഉണ്ട്. ഞാനൊരു കസ്റ്റമർ വന്നിട്ട് ആകെ പറഞ്ഞു കുടുങ്ങി ഞാൻ. അപ്പൊ അത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കസ്റ്റമറേന്നല്ല കേട്ടോ, മൊത്തത്തിലൊരു ഇതാണ്. ഈ ഒരു 3 ക്യാമറ ഉണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കും 3 ക്യാമറ അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്യാമറ ക്ലാരിറ്റി ഒറ്റ ഇതില് ക്യാമറ ക്ലാരിറ്റിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഈ ക്യാമറ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി. ഈ ക്യാമറ അങ്ങനെ ഓപ്പൺ ആക്കി. ഇതിപ്പോ ക്യാമറ ഓപ്പൺ ആണ് കേട്ടോ അല്ലേ? ഇനി ഓക്കെ, ഞാൻ ഇതിലത്തെ ഒരു ക്യാമറ ഞാനിത് മറച്ചു പിടിച്ചു. വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഞാൻ മറിഞ്ഞു. അപ്പൊ അതിന്റെ നീ വേണ്ട, ഈ ക്യാമറ വേണമെങ്കിൽ മറച്ചോ, ഇത് മറച്ചോ, വേണ്ട. ഈ ഒരു ക്യാമറയാണ് അറ്റ് എ ടൈം നമ്മളെ നോർമൽ ക്യാമറയിൽ വർക്ക് ചെയ്യുക. ബാക്കി 2 ക്യാമറ നമുക്ക് പോർട്രേറ്റ് അതുപോലെ നമുക്ക് ഈ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ ഞാൻ 13 എടുത്തു. അതെ, 13 എടുത്തിട്ട് ഞാൻ അങ്ങനെ വെച്ചു. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവണ്ടോ, ഇതിലിപ്പോ ഏതാ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തോന്നുന്നത്? ഇനിയിപ്പോ അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സിനിമാറ്റിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, വീഡിയോ എടുക്കാൻ ഉണ്ടോ? ഇതിൽ ആ ഓപ്ഷൻ കാണില്ല നമുക്ക്. 12 പ്രോയില് സിനിമാറ്റിക് എന്നൊരു ഓപ്ഷൻ കാണില്ല. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ 12 പ്രോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തെടുക്കാം, 13 എടുക്കാം. നല്ല ഫോണാണ്. പോർട്രേറ്റ് ഫോട്ടോ എടുക്കട്ടെ. ഇപ്പൊ നിങ്ങൾ കാണിച്ചിട്ട് കളിക്കലട്ടെ. നിങ്ങള് നിങ്ങളുടെ 12 പ്രോ എടുക്കട്ടെ. എന്റെ ഫോട്ടോ എടുത്ത പോർട്രേറ്റിൽ എടുക്കണോ? അല്ല, 12 പ്രോ എടുക്കുന്നു. 12 പ്രോ കാണിച്ചത് രണ്ടും. ഞാനിപ്പം ഇപ്പം കിട്ടില്ല ഫോട്ടോ നിർത്തി തരാം. നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ. പൊടിയെ കെട്ടിയല്ലോ, അതല്ലേ 12 പ്രോ. ഇതിൽ പൊടിയൊക്കെ ആക്കി വെച്ചിട്ട് അടിച്ചോ. ഇത് മുടിഞ്ഞ കളിയാണല്ലോ 13 സീരീസ്. ഇയാൾ പറഞ്ഞ കാര്യം കേട്ടോ, സെയ്ദ് ബ്രോ പറഞ്ഞ കാര്യമുണ്ട്. നോക്കിയേ, 13 സീരീസ് അടിപൊളി ക്ലിയർ. അത് 12 പ്രോ തന്നെ. ഇതിലൊരു നിറം കുറവുണ്ടല്ലോ, അത് നിറം കുറച്ചിട്ട് ഞങ്ങൾ കളിക്കില്ല. അതാ നോക്കി, ഇതിലേതാ ബെറ്റർ? ഇത് 13 സീരീസ് ആണ്, ഇത് 12 പ്രോ ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കട്ടെ. രണ്ടും കൊള്ളാട്ടാ. ശരി തന്നെ, സെറ്റ് തന്നെ സംഭവം. നേരെ തന്നെ സംഭവം. പിന്നെ ഇതിൽ പക്ഷേ 2x 1x ഒന്നും ഇല്ല കേട്ടോ. 13-ല് ഒറ്റ ഒരു എക്സ് ഉള്ളൂ, ഒരു എക്സ് ഉള്ളൂ 13 സീരീസിൽ. ഇതിൽ 2x കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ. അതിനി പറഞ്ഞ 1x 2x ഒക്കെ ഉണ്ട്. ഓക്കെ, എനിവേ എന്തായാലും പൊളിക്ക്. നിങ്ങൾ ആലോചിച്ച് നല്ല ഡീറ്റെയിലും ക്ലിയർ ആയിട്ട് ഫോട്ടോ 1399 ഇട്ടു. പിന്നെ നമുക്ക് നെക്സ്റ്റ് 14 പ്രോ മാക്സ് പോയാലോ? 14 പ്രോ മാക്സ് നല്ല പ്രൈസ് തരുമോ? 14 പ്രോ മാക്സ് 256 GB 256 GB 14 പ്രോ മാക്സ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. 256 GB 100 ബാറ്ററി ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം മെസ്സേജ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക കസ്റ്റമർക്ക്. മെസ്സേജ് ഉണ്ട്. ഇനി എന്താണെന്നറിയോ, നാളെ ഒരു എക്കച്ചക്ക ആവണ്ട. കാരണം എടുത്തു കൊണ്ടുപോയിട്ട് ഞാനൊരു ഫോൺ എടുത്തു, എനിക്കതിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഫോൺ എടുത്തു. ഞാൻ നോർമലി ഞാൻ ഏതെങ്കിലും ചെറിയൊരു അറിയുന്ന ഒരാൾക്ക് ഞാൻ കൊണ്ട് കാണിക്കും ഈ ഫോണ്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ ചെക്ക് ചെയ്യുന്ന ആള് പറയും, ഇതില് മെസ്സേജ് ഉണ്ടല്ലോ, ആപ്പിളിൽ നിന്ന് മെസ്സേജ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഇതിന് നല്ല ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുകളിൽ ഈ പേപ്പർ ഉണ്ടാവും. പേപ്പർ പിന്നെ ഇപ്പൊ യൂസർ എടുക്കുമ്പോഴും ഈ ഒരു പാക്ക് ഒക്കെ വരും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ 13 പ്രോ മാക്സ് അതൊക്കെ യൂസറിൽ വരും, അത് നോക്കണ്ട. പക്ഷെ ഇത് 100 ബാറ്ററിയാണ്. ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആപ്പിളിൽ നിന്ന് ജെനുവിൻ പാർട്ട് മെസ്സേജ് ഉണ്ടാവും. ഇത് നമുക്ക് 3000, നമ്മളിപ്പോൾ ഓഫർ എത്ര ഇട്ടുള്ളത് 3199 ദിർഹംസിന് 14 പ്രോ മാക്സ് 256 GB 3199 ദിർഹത്തിന് നിങ്ങൾക്ക് 14 പ്രോ മാക്സ് ജസ്റ്റ് ബാറ്ററി മെസ്സേജുള്ള സാധനം കിട്ടും. 100% ബാറ്ററി ഉള്ള സാധനമാണ് വെച്ചാൽ വരാൻ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. ആപ്പിളിൽ നിന്ന് മാറ്റിയ സാധനം, ആപ്പിളിൽ നിന്ന് മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ പുറത്തേക്ക് നോട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഏത് എടുക്കാം? നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ ഉണ്ട് 14 പ്രോ. അപ്പൊ അതിൽ എന്തൊക്കെ വ്യത്യാസമുള്ള സാധനങ്ങളാ? ഇതിൽ 14 പ്രോ മാക്സ് 512 GB ഉണ്ട്, 99 ബാറ്ററി, മെസ്സേജ് ഉണ്ട്, 3299 ദിർഹംസ്. ഓക്കെ, 14 പ്രോ മാക്സ് 256 GB TDR എന്ന് പറഞ്ഞാൽ UAE വേർഷൻ ആണ് നമ്മൾ ഓഫർ ഇട്ടുള്ളതൊക്കെ. ജസ്റ്റ് 3199 ഉണ്ട്. 14 പ്രോ മാക്സ് 256. ഇത് 100% ബാറ്ററി ഉണ്ട്. 3199. ഇത് ഇതില്ലെന്നോ അല്ലേ? മെസ്സേജ് ഇല്ലെന്നോ അല്ലേ? മെസ്സേജ് ഇല്ല. 14 പ്രോ മാക്സ് ഇതാ 14 പ്രോ മാക്സ് 256 TDR 100% ബാറ്ററി ഉണ്ട്. 3199. 14 പ്രോ മാക്സ് 256 96% 2980. 14 പ്രോ മാക്സ് 512 89% 3280 വച്ചാൽ വരെ. അതുപോലെ തന്നെ അതായത് 1 TB ഇത് 14 പ്രോ 14 പ്രോ 1
1TB 14 Pro 1TB എത്ര 14 Pro 1TB 3000 dirhams 1 TB 3000 dirham നോൺ ആക്റ്റീവ് ചെയ്യാത്ത പുതിയ ഫോണ് 3000 dirhams 3000 dirham 1 TB 13 Pro 3000 dirham 13 Pro അല്ല 14 Pro 1TB 14 Pro 3000 dirham നല്ലൊരു ഓപ്ഷൻ ആണ്. ഈ സാധനം 256 നമ്മൾ 3000 dirhamsന് കൊടുത്തിരുന്നു. അതെ ഞാൻ പറഞ്ഞു 1 TB 14 Pro നോൺ ആക്റ്റീവ് 3000 ദിർഹത്തിന് അങ്ങ് കിട്ടുന്നുണ്ടോ. കിട്ടില്ല ഓപ്ഷൻ ആണ്, കിട്ടില്ല ഓപ്ഷൻ. ഞാൻ അതിൽ തന്നെ നമുക്ക് 512 GB ഉണ്ട്. 512 GB 100 dirhams കുറവ് കൊടുത്താൽ 512 GB കിട്ടും. നോൺ ആക്റ്റീവ് തന്നെ, നോൺ ആക്റ്റീവ് രണ്ട് കളർ 512 GB 2900 ദിർഹത്തിന് അല്ല 14 Pro ഓട്ടോമാറ്റിക് നല്ല കിട്ടില്ല ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് 3000 ദിർഹത്തിന് താഴെ നോക്കുന്നവർക്ക് കിട്ടില്ല ഓപ്ഷൻ ആണ് ഈ രണ്ട് ഫോണും. ഓക്കെ ഡൺ. നെക്സ്റ്റ് നമുക്ക് 15 Pro ഉണ്ടല്ലോ അവിടെ. 15 Pro ഇവിടെ 15 Pro യൂസ് നിങ്ങളുടെ നോൺ ആക്റ്റീവ് 15 Pro നോൺ ആക്റ്റീവ് 15 Pro ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള നോൺ ആക്റ്റീവ് 15 Pro എത്ര കൊടുക്കുക സെയ്ദ് ബ്രോ? 3350 dirhamsന് കൊടുക്കാം. 3350 15 Pro കൊടുക്കും. നോൺ ആക്റ്റീവ് എത്ര GB? 256 GB 256 GB 15 Pro നോൺ ആക്റ്റീവ് 3300 ഉണ്ട്. അതില് രണ്ട് സിം ഫിസിക്കലി നമുക്ക് ഇടാൻ പറ്റും. രണ്ട് സിം ഇടാൻ പറ്റും. രണ്ട് സിം ഇടാൻ പറ്റിയ ഫിസിക്കൽ സിം ഇടാൻ പറ്റിയ 15 Pro 250 നല്ലൊരു കിട്ടില്ല ഓപ്ഷനാണ്. 3300 ദിർഹത്തിന് നിങ്ങൾ കിട്ടും. ഈ ഒരു കളറേ ഉള്ളൂ 3350 അല്ലേ? 350 കുറച്ച് തെറ്റിട്ടുണ്ടോ? 3350 ഞാൻ 2 പ്രാവശ്യം 300 പറയുന്നത് 3350 ദിർഹത്തിന് എന്നാണ്. ഈ സാധനം നോക്കും, നോൺ ആക്റ്റീവ് ആണ്, 15 Pro ആണ് സാധനം. ഇല്ല ഇരിക്കണോ, തൊട്ടിട്ടില്ല കേട്ടാ, തൊട്ടില്ലല്ലോ. ശരി. അപ്പൊ ഇനി 15 Pro Max ഉണ്ടോ? 15 Pro Max വരുന്നുണ്ട്. സ്റ്റോക്ക് ഇപ്പൊ കറന്റ്ലി അവൈലബിൾ അല്ല, സാധനം വരുന്നുണ്ട്. പൊളിക്കും as soon as possible. നമ്മൾ 15 Pro Max കൊടുക്കും നോൺ ആക്റ്റീവിൽ തരും കേട്ടോ. അപ്പൊ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ഖത്തറിലത്തെ കാര്യമാണ്. നിങ്ങൾ ഖത്തർ എപ്പോഴും ഖത്തർ തുടങ്ങുക കഴിഞ്ഞല്ലോ. പരിപാടി നമ്മള് പൊളിക്കില്ല അവിടെ. ഞങ്ങൾ ഖത്തറിൽ വരട്ടാ. ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യ വീഡിയോ ഖത്തറിന്റെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്താണെന്നറിയോ, അന്ന് നമ്മൾ ഖത്തറിന്റെ ഷോപ്പ് ഏകദേശം ഉറപ്പായി. ഇപ്പൊ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പേപ്പർ വർക്ക് കഴിഞ്ഞു, വിസന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ഹയറിംഗ് കഴിഞ്ഞു, അവിടെ എടുക്കുന്ന സ്റ്റാഫുകളുടെ ഹയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ഒരു 15ഓട് കൂടിയിട്ട് നമ്മൾ ഖത്തറിൽ ഓപ്പൺ ആവും. ഖത്തർ ഇവിടുന്ന് ദുബായിൽ നിന്ന് ഒരു ആൾ പ്രമുഖ വ്യക്തി ഖത്തറിലോട്ട് പോകുന്നുണ്ട്. ഞങ്ങളൊരാളെ പറഞ്ഞിട്ടുണ്ട് ഖത്തറിലോട്ട്. കുറച്ച് ഖത്തറിലുണ്ടാവും. അപ്പൊ ഖത്തറിൽ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട്. അവർ കമന്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഖത്തറിൽ വാങ്ങുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ മുതൽ. പൊളിച്ചെടുക്കാം. നമ്മൾ അടുത്ത മാസം 15-ാം തീയതിക്കുള്ള വരട്ടാ. 15-ാം തീയതിക്കുള്ളിൽ അവിടെ ഖത്തറിലെത്തും. ഖത്തറിൽ നമ്മളിപ്പോ ഞാനിപ്പോ ഏകദേശം ഒരു മാക്സിമം പോയി ഒരു 5 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് കയറും. ഖത്തറിൽ വിടും. ഖത്തറിൽ വിട്ടിട്ട് അവിടെ ചെറിയൊരു വർക്കും കൂടി ഉണ്ട്. 2-3 ദിവസത്തെ നമ്മള് ചെറിയൊരു ഇന്റീരിയൽ വർക്കും കൂടി. ഖത്തറിലെ കളി കുറച്ച് കാലം ഖത്തറിലുണ്ടാവും. അപ്പൊ 2-3 ദിവസം ഞാനും വരും കേട്ടോ ഖത്തറിൽ. അപ്പൊ നമുക്ക് ഖത്തറിൽ കാണാൻ. ഖത്തറിൽ ഇതിനുമ്പോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 2 മൊബൈൽ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആയിട്ട് അവിടെ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലാണ് ഇപ്പൊ ഇവര് വരുന്നത്. ഖത്തറിൽ നമ്മൾ വരുന്ന സ്ഥലം ഗറാഫ. അവിടെ 2 വേറെ സ്ഥലമുണ്ട് മൊബൈലിന്റെ തന്നെ സൂക്കുകൾ. അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗറാഫയിൽ പക്ഷെ മൊബൈൽ മാർക്കറ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഗറാഫയിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഖത്തറിലത്തെ ചങ്കള് ഈ സപ്പോർട്ട് നമ്മൾ ദുബായ് തന്നെ സപ്പോർട്ട് ഖത്തറിൽ ചങ്കളോടെ തരുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഖത്തറിൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ബിബിയെ. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഖത്തറിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടാത്ത പ്രൈസ്. ഓക്കെ, കൂടുതലാ കുറവോ? ഒരു സ്ഥലത്തും കിട്ടാത്ത പ്രൈസ് കൂടുതലും കൊടുക്കാലോ. ഒരു സ്ഥലത്തും നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മൾ ഒരാഴ്ച കേട്ടോ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കറക്റ്റ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ കോസ്റ്റിനെയും കാട്ടി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ UAE വന്നപ്പോൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ്. കാരണം നമുക്ക് ആളുകൾ എത്തിക്കണം അവിടെ. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ചുള്ള ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ നല്ല കിടുക്കാച്ചി പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രൈസ് നിങ്ങൾക്ക് സാധനം അവിടെ കിട്ടും. മാക്സിമം നിങ്ങൾക്ക് അതൊക്കെ ട്രെൻഡ് ഔട്ട് ആയാലും ഫോൺ തന്നെ കൊടുക്കാം നമുക്ക്. ഫോൺ നമ്മൾ നല്ല കിടുക്കാച്ചി പ്രൈസിന് ഖത്തറിൽ നമ്മൾ വരും. അപ്പൊ ഇനി കളി ഖത്തറിൽ. ദുബായിയേക്കാളും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഖത്തറിൽ കിട്ടുക. അപ്പൊ എല്ലാം നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും താങ്ക് യു. എന്തായാലും അടിപൊളി വീഡിയോ ആയിരുന്നു. മാസങ്ങൾക്ക് ശേഷം നമ്മുടെ സെയ്ദ് ബ്രോ വന്നതാണ്. ഒരു മാസം എന്നാലും നിങ്ങൾ കളിക്കല്, നിങ്ങൾ ഓടല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടയ്ക്കിടയ്ക്ക് വരണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ സെയ്ദ് ബ്രോ പ്രാവശ്യം ഞാൻ പറയാൻ ഫുള്ള് സമ്മതിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയാൻ സമ്മതിക്കില്ല. സെയ്ദ് ബ്രോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി പറഞ്ഞു. അത് പണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ ഇൻട്രസ്റ്റ് പോകുന്തോറുമാണ് ഈ കാര്യങ്ങൾ പ്രശ്നത്തിൽ വരുന്നത്.
എന്റെ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ആ അപ്പൊ ഓക്കെ അപ്പൊ എല്ലാം അപ്പൊ അതുപോലെ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സന്തോഷം ഓക്കെ പൊളിച്ചെടുക്കാം അപ്പൊ കൂടെ കൂടെ എല്ലാവരും കൂടെ കൂടിക്കോ